ഹായ് ചെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് 2392 രൂപയാണ് ഞാൻ നേടിയിട്ടുള്ളത്. ഇത് വളരെ ഒരു യാദർശികമായിട്ടുള്ള ഒരു റിസൾട്ടല്ല, ആക്ച്വലി വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. ബിക്കോസ് നിങ്ങൾ ആക്ച്വലി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഓർഡേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ ഞാൻ തീരുന്ന സമയത്ത് എൻ്റെ FNOയിൽ ഇന്നലെ 3 മണിക്ക് എൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ രീതി ഞാൻ നോക്കിയിട്ട് 571 ഞാൻ ഡെലിവറി വാങ്ങിച്ചിട്ട് ഇന്ന് രാവിലെ കറക്റ്റ് മാർക്കറ്റ് തുടർന്ന് 15 മിനിറ്റിനുള്ളിൽ തന്നെ ഞാനത് 651 ഇതൊരു വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആണ്. ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ തന്നെ അടുത്ത് വരുന്നൊക്കെ ഉള്ള ഒരു വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ ചെയ്തത്. ആൻഡ് അതുകൊണ്ട് മാത്രം എൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണാം 2392 രൂപ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇവിടെ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, നല്ലൊരു 15 മിനിറ്റുള്ള ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ക്യാൻഡിൽ വെച്ച് നമ്മൾ ഇന്നലെ 7-ാം തീയതി ആയിരുന്നു, ഇന്നലത്തെ 7-ാം തീയതിയിലത്തെ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് പോയിൻറ്റിൻ്റെ അകത്തൊന്നും കഴിഞ്ഞ് പിന്നെ ക്യാൻഡിൽസ് ഒന്നും പൊങ്ങിയിട്ടില്ല. പിന്നെയുള്ള എല്ലാ ക്യാൻഡിൽസും താഴേക്ക് തന്നെയാണ് പോകുന്നത്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത് ഫ്യൂച്ചറിനൊക്കെയുള്ള നമ്മുടെ മൂവ്മെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ്മെൻറ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ളതാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നോക്കുമ്പോഴും ഇതുപോലെ ഒരു റെസിസ്റ്റൻസ് മാത്രം തങ്ങി ആ റെസിസ്റ്റൻസിലേക്ക് പല തവണയും എത്താൻ ശ്രമിച്ചിട്ടും എത്താൻ പറ്റാതെ തിരിച്ച് താഴേക്ക് തന്നെ ഇടിയുന്നതാണ് നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് ഈ ഒരു മൂവ്മെൻറ്റിനെ നോക്കി ഞാൻ പ്രഡിക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ ഒരു പൊസിഷൻ കഴിഞ്ഞ ദിവസം 6-ാം തീയതിയിലുള്ള നമ്മുടെ ഡേറ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് കഴിഞ്ഞതിന് ശേഷം പല തവണയും നിഫ്റ്റി അങ്ങോട്ടേക്ക് എത്താനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ ശ്രമം ഒരിക്കലും അവിടെ എത്താണ്ട് തന്നെ വീണ്ടും താഴേക്ക് പുട്ട് ഓപ്ഷൻസിലേക്ക് തന്നെ വീണ്ടും താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഡൗൺ, ഈ ഇത്രയും മാത്രം ശതമാനത്തിലുള്ളൊരു ഗ്യാപ്പ് ഡൗൺ ഞാൻ പ്രതീക്ഷിച്ചിട്ട് അവിടെ മാർക്കറ്റിൽ ഇതൊരിക്കലും നിങ്ങളുടെ പൈസ കൊണ്ട് വളരെ ഹസാർഡസ് ആയിട്ടുള്ള രീതിയിൽ ഇത് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കാശ് കളയുമോ എന്നുള്ള രീതിയിലല്ല. ഇത് വളരെ പ്ലാൻഡ് ആണ്. ഇത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു എമൗണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു റിട്ടേൺസ് തന്നെ കിട്ടും. അപ്പം ഇത് നമുക്ക് നമ്മുടെ ഒരു റിസ്ക് ആപ്പറ്റൈറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഈ ഒരു ഗ്യാപ്പ് ഡൗൺ പ്രതീക്ഷിച്ചു എന്നുള്ളത് 100% ആയിട്ടുള്ളൊരു സത്യമാണ്. അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്നുള്ള ഗ്യാപ്പ് ഡൗൺ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇതെന്തുമാത്രം പൊങ്ങും എന്നുള്ളതും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഇൻ കേസ് എൻ്റെ കയ്യിൽ ഞാനിത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പുട്ട് ഓപ്ഷൻ്റെ ഞാൻ ഹോൾഡ് ചെയ്യുമായിരുന്നെങ്കിൽ ഇത് ഇത്രയും മാത്രം ഒരു ഗ്യാപ്പ് ഡൗണിൽ താഴെ വന്നതിന് ശേഷം പിന്നെ ഇത് വീണ്ടും റൈസ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു പോർഷനും. ഇവിടെ നിന്ന് റിസ്ക് നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് വീണ്ടും താഴേക്കാണ് വീണ്ടും പോകുന്നത്. ആക്ച്വലി ഇന്ന് ഞാൻ വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഈ ഒരു ഗ്യാപ്പ് ഡൗണിൽ കിട്ടിയ 2300 രൂപ കൊണ്ട് തന്നെ ഞാൻ വളരെ സന്തോഷമായി ഇന്നത്തെ ട്രേഡിംഗ് ഞാൻ ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ട്രേഡിങ്ങിലുള്ള കൺസിസ്റ്റൻസിയിലുള്ള ആവശ്യം. നിങ്ങൾ എപ്പോൾ ട്രേഡ് ചെയ്യുന്നു, എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ ഹാർഡ് ഏൺഡ് പൈസ നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്ത് നശിപ്പിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എപ്പോഴും എല്ലാ ദിവസവും നിങ്ങൾ ട്രേഡ് എടുക്കുന്നതും ട്രേഡ് നിർത്തുന്നതും ഒരു പച്ച കളർ നിങ്ങൾ കാണുന്നത് ഈ ഒരു എമൗണ്ട്, അത് 5 രൂപ ആയിക്കോട്ടെ 10 രൂപ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയാലും നിങ്ങളുടെ എമൗണ്ട് ബ്രോക്കറേജ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എപ്പോഴും ഒരു പ്ലസ് എമൗണ്ട് തന്നെ ആയിരിക്കുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ചെക്കിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുക.